ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് നമ്മുടെ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഹൈ പെർഫോമർ ആകുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്. 5 കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മേഖലയിൽ ഏറ്റവും ഹൈ പെർഫോമർ ആയിട്ടുള്ള വ്യക്തിയായി തീരുവാൻ കഴിയും. അതുപോലെ തന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായി തീരുവാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് നല്ല സാലറി കിട്ടുന്ന ജോലിയായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ സാലറി കുറവായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യം കൊണ്ട് നിങ്ങളൊരു ജോലി ചെയ്യുന്നതാകാം. എന്തു തന്നെയാണെങ്കിലും ആ ജോലിയിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നതെങ്കിൽ, നിങ്ങളുടെ പർപ്പസ് എന്ന് പറയുന്നത് വേറെന്തോ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് വേറെന്തോ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ജോലി ഞാനങ്ങ് രാജിവെക്കട്ടോ എന്നുള്ളതല്ല അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്. നമ്മൾ ആ ജോലി ചെയ്യുക, ഒപ്പം തന്നെ നമ്മൾ എന്തിനാണോ ഇവിടെ വന്നിട്ടുള്ളത്, അപ്പോൾ ആ ഒരു ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി നമുക്ക് അതിന് പാരലായിട്ട് പ്രവർത്തിക്കുവാൻ കഴിയണമെന്നുള്ളതാണ്. അപ്പോൾ ആ പർപ്പസിൽ നമുക്കൊരു വിജയം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം ലക്ഷങ്ങൾ സാലറി ഉള്ള വ്യക്തികളാണെങ്കിൽ പോലും, ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടതാണ്, ഏതോ ഒരു ആശ്രമത്തിൽ ചേർന്ന് സന്യാസ ജീവിതം സ്വീകരിച്ചു. ലക്ഷങ്ങൾ സാലറി വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ആത്യന്തികമായിട്ടുള്ളൊരു സന്തോഷം അല്ലെങ്കിൽ സമാധാനം കണ്ടെത്തിയത് വേറൊരു രീതിയിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ എനിക്കൊരുപാട് സാലറിയുള്ള ജോലിയൊക്കെയാണ്, പക്ഷേ എനിക്കത് സന്തോഷമൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് കൂടുതൽ പ്രശോഭിക്കുവാൻ കഴിയുന്നത്, അതുപോലെ എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത്, അതിൽ മാത്രമായിട്ട് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് പാരലായിട്ട് തന്നെ സംഭവിക്കട്ടെ. അതിൽ നിങ്ങൾ തിളങ്ങുന്ന പക്ഷം നിങ്ങളുടെ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് അത് സെയിം ചെയ്യാം, അല്ലേ? അപ്പോൾ ആദ്യം നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, നമ്മുടെ പർപ്പസ് എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അത് ആസ് എ ബിഗിനർ കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ പർപ്പസ് കണ്ടെത്തുക എന്നുള്ളതാണ്. 2 എന്ന് പറയുന്നത് സെൻസ് ഓഫ് പർപ്പസ്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ പർപ്പസിലൂടെ മുന്നോട്ട് പോകേണ്ടത്, ഒരു ഡയറക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എവിടേക്കാണ് ഞാൻ എത്തേണ്ടത് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം, അല്ലേ? അതിനെയാണ് സെൻസ് ഓഫ് പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് ഫൈൻഡ് യുവർ പർപ്പസ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെൻസ് ഓഫ് പർപ്പസ്. 3 എന്ന് പറയുന്നത് വെൽത്ത് ആണ്. വെൽത്ത് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. അതിപ്പം ജീവിത സാഹചര്യം കൊണ്ട് നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിലും, ഇനി ലക്ഷങ്ങൾ സാലറിയുള്ളൊരു ജോബ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും, ഇനിയിപ്പോൾ ആ സാലറിയിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിലും, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് വെൽത്ത് ഉണ്ടാക്കുക, പണം ഉണ്ടാക്കുക. നമുക്ക് മുൻപോട്ട് ജീവിക്കണമെങ്കിൽ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ, നമ്മുടെ കൂടെയുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ നമുക്ക് വെൽത്ത് ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ. ഫിനാൻഷ്യൽ അബണ്ടൻസ്, ഫിനാൻഷ്യൽ ഫ്രീഡം, ഇത് നമുക്ക് ഉണ്ടാക്കിയെടുത്തേ മതിയാവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മേഖലയിൽ നമുക്ക് ഹൈ പെർഫോമർ ആകുവാൻ വേണ്ടിയിട്ട് നമ്മൾ വെൽത്ത് കൂടി ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ പർപ്പസിലൂടെ പോകുമ്പോഴാണെങ്കിലും, ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലികളിലാണെങ്കിലും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവനവൻ്റെ പർപ്പസ് കണ്ടെത്തി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എന്നുള്ളതാണ്. അതിനെ ഒരു ബിസിനസ് മോഡലിലേക്ക് മാറ്റുവാൻ നമുക്ക് കഴിയണം. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് ക്രിക്കറ്റ് കളിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് TV കാണുമ്പോഴാണ്. ആ സന്തോഷത്തെക്കുറിച്ചല്ല, അതൊരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ മാത്രമാണ്, അല്ലെ? താൽക്കാലികമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അത് ലൈഫ് ലോങ് നമ്മളെ നിലനിർത്തുന്നതല്ല, നമ്മളെ സേഫസ്റ്റ് സോണിലേക്ക് കൊണ്ടുവരുന്നതല്ല. അപ്പോൾ വെൽത്ത് ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയുക നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൂടെ, നമ്മുടെ പർപ്പസിലൂടെ അതിനെ വെൽത്താക്കി മാറ്റുവാൻ, ഒരു ബിസിനസ് മോഡലിലേക്ക് മാറ്റുവാൻ, ഒരു വെൽത്താക്കി നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുവാനുള്ള കടമ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ മേഖലയിൽ ഹൈ പെർഫോമർ ആകണമെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള വെൽത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അതുപോലെ തന്നെ
നാലാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ കാര്യമാണ്. ഈ ഒരു 10-12 ദിവസമായിട്ട് എനിക്ക് അല്പം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ വോയിസ് അത്ര ക്ലിയർ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ എനിക്ക് എൻ്റെ പർപ്പസ് അനുസരിച്ച് എനിക്ക് ആളുകളോട് സംസാരിക്കുവാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുവാനോ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുവാനോ എനിക്ക് ആദ്യം വേണ്ടത് എനിക്ക് തൊണ്ടയ്ക്ക് ഒരു സുഖമുണ്ടാവുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ സംസാരിക്കുവാൻ കഴിയുക എന്നുള്ളതാണ്. എനിക്ക് കഫ് പ്രോബ്ലവും മറ്റുമായിട്ട് വന്നപ്പോൾ എനിക്ക് അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെട്ടതിന് ശേഷമല്ല അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹെൽത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുക. അത് എക്സസൈസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും. ഇപ്പോൾ ഈ വന്ന ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് ക്ലൈമറ്റിൻ്റേതായിട്ടുള്ള പ്രശ്നം കൊണ്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ഞാൻ എടുത്തു. ഇപ്പോൾ ഓക്കെ ആയി വരുന്നു, നോ പ്രോബ്ലം. അപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഇതെല്ലാം എന്താണ് ഇൻറ്റേർണലി കണക്റ്റഡ് ആണ്. ഇപ്പം എത്ര വെൽത്ത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹെൽത്ത് പ്രോപ്പറായിട്ട് നമുക്ക് ഇല്ല എങ്കിൽ പിന്നെ ഒരു കാര്യവുമില്ല. എത്ര കഴിവ് നമുക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹെൽത്ത് നമുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വെൽത്ത് നമുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഴിവ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ശരിയല്ലേ? അപ്പോൾ നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഹെൽത്ത്. ഇനി അഞ്ചാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഹൈ പെർഫോമറായി മാറണമെങ്കിൽ നമ്മൾ അഞ്ചാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്കിൽ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. നമ്മുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുവാനുള്ള വഴികൾ നമ്മൾ തേടിക്കൊണ്ടേയിരിക്കുക, നമ്മുടെ സ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചു, അതുകൊണ്ടൊന്നും ആവുന്നില്ല. അതുകൊണ്ടാണ് ഐസക് ന്യൂട്ടൺ പറഞ്ഞത്. അദ്ദേഹം മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ ഈ ലോകത്ത് നേടിയെടുത്ത അറിവുകൾ കടൽക്കരയിൽ നിന്നും ഒരു പിടി മണൽ വാരി എൻ്റെ കയ്യിൽ ശേഖരിച്ചതിന് തുല്യമാണ്. അപ്പോൾ അത്ര മാത്രമേ ഞാൻ നേടിയിട്ടുള്ളൂ. അപ്പോൾ ശിഷ്യനൊരു ചോദ്യം ചോദിച്ചപ്പോഴാണ് ഇത് പറയുന്നത്. ഇത്രയും വലിയ ജീനിയസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് അങ്ങ്, ഇപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയാണിത്. ഞാൻ നേടിയിട്ടുള്ള അറിവുകൾ കടൽക്കരയിൽ കിടക്കുന്ന മണൽ പരപ്പിൽ നിന്നും ഒരു പിടി മണൽ വാരിയെടുത്തതുപോലെ മാത്രമാണ്. അപ്പോൾ അത്രയും അനന്തമാണ് നമ്മുടെ ലോകത്തിൻ്റെ അറിവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇന്ന് ഓരോ ദിവസവും അപ്ഡേഷൻസ് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ മേഖലയിലും, അല്ലേ? ഒരു മേഖലയെന്നല്ല, അത് വൈദ്യശാസ്ത്രമാണെങ്കിലും ഇനിയിപ്പോൾ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇനി ടെക്നിക്കലി ഉള്ള കാര്യങ്ങളാണെങ്കിലും എവിടെയാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഓരോ അപ്ഡേഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ AI യുഗത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു, അല്ലേ? ഇനി എന്താണ് അടുത്ത വർഷം സംഭവിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ കാലത്തിനനുസരിച്ചിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് നമുക്കുണ്ടാകണം. അത് നമ്മൾ ഏത് മേഖലയിലാണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ഇതിനെ ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഈ ടെക്നോളജിയെ നമ്മളിലേക്ക്, നമ്മുടെ പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിലേക്ക് അതിനെ ഇൻക്ലൂഡ് ചെയ്യുവാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം, സ്കിൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ, നമ്മുടെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുക, അതുപോലെ തന്നെ നമ്മുടെ പർപ്പസിൻ്റെ ഡയറക്ഷൻ, സെൻസ് ഓഫ് പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുക, അതുപോലെ തന്നെ നമ്മുടെ പർപ്പസിനെ ഒരു വെൽത്ത് മോഡലിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹെൽത്ത് നമുക്കുണ്ടോ എന്നെപ്പോഴും പരിശോധിക്കുക, അതുപോലെ തന്നെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഈ 5 കാര്യങ്ങളെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞാൽ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെയായിരിക്കും. കാരണം നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന സമ്മാനങ്ങൾ, അത് വെൽത്താകട്ടെ, പദവിയാകട്ടെ, പ്രശസ്തിയാകട്ടെ, അതെന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും തയ്യാറെടുക്കുക. ദൈവം ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ഗോഡ് ബ്ലസ് യു.